ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നിപ്പം വിഷു ആണ് ഇവിടെ. അപ്പം വിഷു ദിവസം നാട്ടിൽ ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ കണിയൊക്കെ കണ്ടു കേട്ടോ. അതിനുശേഷം ഇപ്പോഴ് ഞങ്ങൾ ഇന്ന് അങ്കിളിൻ്റെ വീട്ടിലാണ് ഞങ്ങളുടെ വിഷുവിൻ്റെ ആഘോഷം മൊത്തം. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ് ഇന്ന്. അപ്പോൾ കുറച്ച് അങ്ങനെ ഞങ്ങൾ രാവിലെ ദോശയും ചമ്മന്തിയൊക്കെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ഉള്ളത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ സദ്യയുടേത്, അവിയലും പിന്നെ പച്ചടി, പരിപ്പ്, മോര്, പിന്നെ ഇഞ്ചി, കടുമാങ്ങ, തോരൻ, അങ്ങനെ കുറച്ച് വിഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വിഭവങ്ങളാണ് ഇതിലേക്ക് എടുത്ത് കാണിക്കുന്നത്. പിന്നെ അവസാനം നമ്മൾ പായസം, അടപ്പായസമാണ് വെച്ചത്, അടപ്രഥമനാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇല വെട്ടാമെന്നും പറഞ്ഞ് ഞങ്ങളിങ്ങനെ ധാരയുടെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് എൻ്റെ വല്യമ്മച്ചിയുടെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അവിടെ കുറേ വാഴ ഇങ്ങനെ മതിലിൻ്റെ അരിവിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് വന്ന് കട്ട് ചെയ്യും. അപ്പോൾ ടേസ്റ്റ് ചേച്ചിയും എൻ്റെ സിസ്റ്ററും കൂടെ കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എത്തത്തിലായിരുന്നു, ഒരു തോട്ട വെച്ചൊക്കെ ഞങ്ങളിങ്ങനെ വലിച്ച് അടുപ്പിച്ചിട്ടൊക്കെ കുറേ വാഴയില വെട്ടി. പിന്നെ നാട്ടിൽ വാഴയിലേക്ക് പഞ്ഞൊന്നുമില്ലല്ലോ. പിന്നെ നമുക്ക് വെളിയിലൊക്കെ ആണെങ്കിലാണ് വാഴയില നമ്മൾ കാശ് കൊടുത്തൊക്കെ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ വാഴയിലെല്ലാം കളക്ട് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ അപ്പുറത്തോട്ട് മാമൻ്റെ വീട്ടിലോട്ട് പോയി. അവിടെ വെച്ചായിരുന്നു ഊണ്. അപ്പോൾ ഞാൻ പിന്നെ വാഴയിലെല്ലാം വാഷ് ചെയ്തെല്ലാം വെച്ചിട്ട് ഞങ്ങൾ കുളിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞാൻ വല്യമ്മച്ചിയുടെ വീട്ട് അതിൻ്റെ അപ്പുറമാണ്. അപ്പം അവിടെ കുളിച്ച് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ സെറ്റൊക്കെ കൊടുത്ത് വന്നു. അപ്പോൾ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്കറിയില്ല, ഭയങ്കര ചൂട്. ഇടയ്ക്ക് മഴ ഉണ്ടായിരുന്നു, എങ്കിലും ചൂട് സഹിക്കാൻ വയ്യാത്തതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വല്യമ്മച്ചിയും പിന്നെ സെറ്റ് സാരിയൊക്കെ ഉടുപ്പിച്ച് വല്യമ്മച്ചിയും കൂടെ ഇപ്പുറത്തെ അങ്കിളിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി. പക്ഷേ വല്യച്ഛന് വയ്യാത്തതുകൊണ്ട് വല്യച്ഛന് ഇങ്ങോട്ട് ഫുഡ് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വല്യമ്മച്ചിയും ഞങ്ങൾ ഇറക്കിയാണ്. അപ്പോഴത്തേക്കും അവിടുന്ന് വിളി വന്നു, പിന്നെ സമയമായി കഴിക്കാൻ വരാമെന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്ക് ഏതാണ്ട് മണി 1:30 അങ്ങനെ എൻ്റെ സിസ്റ്ററും പെട്ടെന്ന് ഓടി വരെയാണ് കേട്ടോ എല്ലാവരും കൂടെ. അപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഇലയിലെല്ലാം വിളമ്പി വെച്ചു. അമ്മയും ഡേസ് ചേച്ചിയും കൂടെ എല്ലാം ഒക്കെ ഇലയിൽ ഇങ്ങനെ വിളമ്പിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഓടി വന്ന് കുറച്ചിങ്ങനെ വീഡിയോസൊക്കെ എടുത്തതാണ്. പിന്നെ വലുതായിട്ടൊന്നും കാണിക്കാനില്ല, ജസ്റ്റ് ഒരു ചെറിയൊരു എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു വിഷു ആഘോഷം. അപ്പോൾ അത് ഞാൻ ഒന്ന് എടുത്തതേ ഉള്ളൂ. പിന്നെ നാട്ടിലെന്ന് പറയാൻ പിന്നെ ദാരിയും ഇല്ലായിരുന്നു, അവന് ക്ലിനിക്കിൽ പോകണമായിരുന്നു. പിന്നെ അതുകൊണ്ട് ഉള്ളവരെല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ ഒന്ന് ആഘോഷിച്ച്. പിന്നെ വല്യമ്മച്ചി, അമ്മ, അങ്കിൾ, അവർ 3 പേരും ഉണ്ടായിരുന്നു. അതാണ് വലിയ കാര്യം. അപ്പം അവർക്കും കൂടി വേണ്ടി, കാരണം ഞങ്ങൾ സാധാരണ കാണത്തില്ല ഇങ്ങനെ. ഇത് അനീഷയാണ്, പിന്നെ ധാരയുടെ വൈഫാണ്. അപ്പം നമുക്കൊന്ന് കാണാം കേട്ടോ വീഡിയോ. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ നേരം എല്ലാവരും ഇരുന്ന് സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് പിന്നെ അനീഷ പതുക്കെ വീട്ടിലോട്ട് അങ്ങോട്ട് പോയി. കാരണം ധാര ഇല്ലായിരുന്നു. ധാര വന്നപ്പോഴത്തേക്കും ഏതാണ്ട് രാത്രിയായി കേട്ടോ. അപ്പൊ ഇത് എന്റെ മാമിയാണ് കേട്ടോ, മാമന്റെ വൈഫാണ്. അപ്പൊ ഞങ്ങള് ഡെയ്സി എന്നാണ് പേര്. അപ്പൊ ഞങ്ങള് ഡെയ്സി ചേച്ചി എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പം മാമിയുടെ വീടാണ് ഇത്. അപ്പൊ ഞങ്ങൾ ഇന്ന് എല്ലാരും ഇവിടെ ആയിരുന്നു.
വിഷു ആഘോഷിച്ചത്. അപ്പോൾ രാവിലെ എല്ലാവരും കൂടെ ഒരുമിച്ച് കുക്ക് ചെയ്തു, കഴിച്ചു. പിന്നെ ഇതിപ്പം ഡേയ്സി ചേച്ചിയുടെ അവിടെയാണ് കുറേ ചെടികളും ഈ കാര്യങ്ങളും. അപ്പോൾ ഞാൻ കൂടുതൽ എടുത്തിട്ടില്ല. ഞാൻ ജസ്റ്റ് അവിടെ ഫ്രണ്ടിൽ വെച്ചത് മാത്രം ഞാൻ ഇങ്ങനെ ഒന്ന് എടുത്തതേ ഉള്ളൂ. ഞാൻ പിന്നെ ഒന്ന് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനതങ്ങ് വിട്ടുപോയി. കുറേ ചെടികളുണ്ട് ഇത്. പിന്നെ ഇവിടെ ഇപ്പം നല്ല ചൂടാണല്ലോ, അപ്പോൾ അതിൻ്റെതായ കുറച്ച് ചെടികൾക്ക് അതിൻ്റെ ഒരു വാട്ടവും ഉണ്ട്. പിന്നെ ഈ ഇപ്പം എൻ്റെ വല്യമ്മച്ചിയുടെ വീട്ടിലാണെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പം വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഒരു പ്രദേശമാണ് എങ്കിലും കുഴപ്പമില്ല, അവർ നന്നായിട്ട് കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെടികളും ഗ്രാസും ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് നാളിന് ശേഷമാണ് ഞങ്ങൾക്ക് പിന്നെ വിഷു നാട്ടിൽ ആഘോഷിക്കാൻ പറ്റിയത് കേട്ടോ. കാരണം ഞങ്ങൾ എല്ലാ വർഷവും വരുമെങ്കിലും ഒന്നീ വിഷുവിന് മുമ്പായിരിക്കും, അതല്ലെങ്കിൽ വിഷുവിന് മുമ്പേ തിരിച്ചു പോകും, അങ്ങനെയൊക്കെ ആയിരിക്കും. എന്തോ ഒരു ഭാഗ്യത്തിന് ഇപ്രാവശ്യം ഞങ്ങൾ വിഷുവിന് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ തീരുമാനിച്ച എല്ലാവരും കൂടെ ഒരുമിച്ച് എന്താ ഒന്ന് കുക്ക് ചെയ്ത് കഴിക്കാം, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പം അങ്കിളുണ്ട്, അമ്മയുണ്ട്, പിന്നെ വല്യമ്മച്ചിയുണ്ട്. അപ്പം ഇവരിത്രയും ഉള്ളതുകൊണ്ട് എല്ലാവരും പ്രായമായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ വിചാരിച്ചു ഒന്ന് ആഘോഷിക്കാം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ രാവിലെ എഴുന്നേറ്റ് കണിയൊക്കെ ഇന്നലെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് പിന്നെ കുക്ക് ചെയ്തു കഴിച്ചു. ഇത്രയേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. പിന്നെ നാട്ടിലെ ഒരു വിഷു അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ എന്താ ഇതൊക്കെ ഒരു ഓർമ്മ, അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരു വീഡിയോ നമ്മൾ എടുത്തിടുമ്പോൾ നമുക്ക് എന്നും കാണാമല്ലോ, അതിനു വേണ്ടി ചെയ്തതാണ്. അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒന്നും കാണിക്കാനും ഇല്ല കേട്ടോ. പിന്നെ ഇതിപ്പം എൻ്റെ വല്യമ്മയുടെ വീടാണ്, ഇവിടെ തൊട്ടപ്പുറത്ത് അങ്കിളിൻ്റെ വീടാണ്, അതിൻ്റെ അപ്പുറത്ത് അങ്കിളിൻ്റെ മോൻ എൻ്റെ കസിൻ ധാര വീട് വെച്ചിരിക്കുകയാണ്. അപ്പം 3 വീടും ഇങ്ങനെ അടുപ്പിച്ചാണ് ഉള്ളത്. അപ്പം ഇതാരും ഇല്ല ഇവിടെ ഇപ്പം. അപ്പം ഞങ്ങൾ ഉള്ളവരെല്ലാവരും കൂടെ കഴിച്ചു. അവൻ ഇനിയിപ്പോൾ വൈകിട്ടാവും വരാൻ. ഒരു ചെറിയൊരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ. ഹാപ്പി വിഷു.